ഈ കോവിഡ് കാലത്ത് നാട്ടിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു തള്ളാണ് കേരള സർക്കാരിന്റെ സൗജന്യ റേഷൻ. നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാം. റേഷൻ ചെലവും സബ്സിഡിയും സംബന്ധിച്ച് ഒ രാജഗോപാൽ MLA നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാന സർക്കാർ രേഖാമൂലം ഇതിനെ സംബന്ധിച്ച് ഉത്തരം നൽകിയിട്ടുണ്ട്. 3/5/2017 14 കേരള നിയമസഭയുടെ 5ാം സമ്മേളനം ചോദ്യം നമ്പർ 1736 നൽകിയ മറുപടിയുടെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2017-18 സാമ്പത്തിക വർഷം 1 കിലോഗ്രാം റേഷൻ അരി സംസ്ഥാനത്തിന് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ചിലവഴിച്ചത് 32 രൂപ 64 പൈസയാണ്. ഈ തുക എന്ന് പറയുന്നത് കർഷകന് താങ്ങുവില നൽകി സംഭരിച്ച നെല്ല് പുഴുങ്ങി അരിയാക്കി പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ റേഷൻ കടയിൽ എത്തിക്കുന്നതിന് വേണ്ട ചിലവാണ്. ഇനി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന സബ്സിഡിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ച് വാജ്പേയി സർക്കാർ 2000 തുടങ്ങിയ അന്ത്യോദയ അന്ന യോജന സ്കീമിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് 1 കിലോഗ്രാം അരിക്ക് 3 രൂപ വെച്ചാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകുന്നത്. BPL അരി കിലോഗ്രാമിന് 5 രൂപ 65 പൈസയ്ക്കും APL അരി കിലോഗ്രാമിന് 8 രൂപ 30 പൈസയ്ക്കുമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കോവിഡ് കാലത്ത് മോഡി സർക്കാർ നടപ്പിലാക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേഷൻ സബ്സിഡി സ്കീമിനെ കുറിച്ച് സംസാരിക്കാം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി ഓരോ AAY കാർഡുകാർക്ക് കിലോഗ്രാമിന് 3 രൂപ വെച്ച് 35 കിലോ അരിയോ കിലോഗ്രാമിന് 2 രൂപ വെച്ച് 35 കിലോ ഗോതമ്പോ നൽകുന്നു. ഈ തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് സബ്സിഡിയായി കൊടുക്കുന്ന വിലയാണ്. പല സംസ്ഥാനങ്ങളും ഈ പറഞ്ഞ 3 രൂപയും 2 രൂപയും സ്വയം വഹിക്കുക വഴി ഉപഭോക്താവിന് സൗജന്യമായി കേന്ദ്ര സർക്കാരിന്റെ റേഷൻ അരിയും ഗോതമ്പും കിട്ടുന്ന അവസ്ഥയുണ്ട്. ഇതിനു പുറമെ നവംബർ 30-ാം തീയതി വരെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും 5 കിലോഗ്രാം വീതം അരിയോ ഗോതമ്പോ സൗജന്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നു. ഈ പാക്കേജിൽ 1 കിലോഗ്രാം പയറുവർഗ്ഗങ്ങളും സൗജന്യമായി ലഭിക്കുന്നു. ഏകദേശം 80 കോടി ജനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ റേഷൻ സ്കീമിന്റെ ഗുണഫലം ലഭിക്കുന്നത്. വസ്തുത ഇതാണെന്നിരിക്കെ പൂച്ച പെറ്റുകിടക്കുന്ന കേരള ഖജനാവിൽ നിന്ന് കേരള സർക്കാർ എടുത്ത് സൗജന്യ റേഷനു വേണ്ടി മലമറച്ചു എന്നൊക്കെ തട്ടിവിടുക എന്നുള്ളത് ആടിനെ പട്ടിയാക്കുന്ന സഖാക്കളുടെ സ്ഥിരം പരിപാടിയാണ്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് സൗജന്യ റേഷൻ എടുത്തു കൊടുക്കാൻ നമ്മുടെ കയറുപിരി ശാസ്ത്രജ്ഞൻ കോവിഡ് തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ നോട്ടുകൾ അടിച്ചിറക്കേണ്ടി വരും. കേരള സർക്കാരിന് കിട്ടുന്ന നികുതി വരുമാനം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും എടുത്ത കടത്തിന്റെ മുതലും പലിശയും കൊടുക്കുവാനും പെൻഷൻ കൊടുക്കാനും വരെ തികയുന്നില്ല. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിക്കും വേണ്ട പൈസ വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അതുമല്ലെങ്കിൽ കിഫ്ബി പോലെയുള്ള തട്ടിക്കൂട്ട് സംഭവങ്ങൾ വഴി വിദേശ കുത്തക കമ്പനികളിൽ നിന്ന് 9% മുകളിൽ പലിശയ്ക്ക് മസാല ബോണ്ടുകൾ പോലെയുള്ള കലാപരിപാടികൾ വഴിയാണ് പൈസ സ്വരൂപിക്കുന്നത്. വിദേശ കുത്തക കമ്പനി എന്നൊക്കെ ഒരു പഞ്ചിന് തട്ടിയതാ. മിക്കവാറും സഖാക്കൾക്ക് കമ്മീഷൻ കിട്ടുന്ന കമ്പനികളിൽ നിന്നൊക്കെ ആയിരിക്കും മസാല ബോണ്ട് സെറ്റാക്കുന്നത്. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ അടിമക്കണ്ണന്മാരുടെ തള്ളിനു മാത്രം ഒരു കുറവുമില്ല. ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഭാവിയിലും ഇതുപോലെയുള്ള തള്ളാണ് വേണ്ടതെങ്കിൽ ഇടതിനോ വലതിനോ വോട്ട് ചെയ്യുക. നാടിന്റെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുക. BJPയാണ് കഴിഞ്ഞ 6 വർഷമായി രാജ്യം ഭരിക്കുന്നത്. നിങ്ങളുടെ വോട്ടവകാശം ബുദ്ധിപൂർവം ഉപയോഗിക്കുക. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. ഒരു മാറ്റം, ഒരുപാട് നേട്ടം. കൊടുങ്ങാനൂർ വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി BJP സ്ഥാനാർത്ഥി S. പത്മയെ വിജയിപ്പിക്കുക.